ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ അടുത്തിടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. പതിവ് എക്സാം പോലെ തന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരുന്നു. ആകെ 6 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. അതിൽ 1-4 ക്വസ്റ്റ്യൻസുകൾക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. എ ബി നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അന്തരീക്ഷ പാളിയെ പറ്റിയുള്ളതായിരുന്നു. ബേസ്ഡ് ഓൺ ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ്. താപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. എ, വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്യാൻ പ്രിവെൻറ്റ് അൾട്രാവയലറ്റ് റേസ് ഫ്രം റീച്ചിങ് ദ എർത്ത്? നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നത് തടഞ്ഞു നിർത്തുന്ന ആ സംവിധാനം, ആ പാളി, അന്തരീക്ഷ പാളിക്ക് പറയുന്ന പേരെന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. ബി ആണ് ഉത്തരം. B. Why is it said that troposphere is the most important layer among the atmospheric layers? അന്തരീക്ഷത്തിലുള്ള പാളികളിൽ ഈ ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ഒന്നാമതായിട്ട് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ മേഘങ്ങൾ രൂപീകരിക്കുകയും മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളും എവിടെയാണ് നടക്കുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ട് ട്രോപ്പോസ്ഫിയർ എന്താണ്? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. സി, റൈറ്റ് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ in order from the earth surface to upwards. അതായത് നൽകിയിരിക്കുന്ന അന്തരീക്ഷ പാളികളെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തുക. ഇവിടെ നൽകിയിരിക്കുന്നത് തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ആകെ 5 അന്തരീക്ഷ പാളിയുണ്ട്. ഇവിടെ 4 എണ്ണമാണ് നൽകിയിട്ടുള്ളത്. 5 ഓർഡർ ഇങ്ങനെയാണ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇവിടെ ഒരെണ്ണം മിസ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതനുസരിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് എഴുതണം കേട്ടോ. ബി പാർട്ട് നോക്കുവാണെങ്കിൽ ഹ്യൂമൻ ഹാവ് ഓൺലി ബീൻ ഏബിൾ ടു റീച്ച് അബൌട്ട് 12 കിലോമീറ്റേഴ്സ് ഇൻ ദ എർത്ത് ഇൻറ്റീരിയർ. ഭൂമിയുടെ ഉള്ളിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ മാത്രമാണ് മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എ, വൈ കനോട്ട് വി ട്രാവൽ ഫർദർ ഇൻ ടു ദ എർത്ത് ഇൻറ്റീരിയർ? നമുക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കുവാണെങ്കിൽ എന്താ? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും എന്താ? നല്ല ചൂട് കൂടി വരികയാണ്. ഏകദേശം അതിൻ്റെ കേന്ദ്രഭാഗത്ത് നോക്കുവാണെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ എത്ര? 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കൈയിട്ട് എന്തായിരിക്കും അവസ്ഥ? വെള്ളം തിളയ്ക്കുന്നത് അല്ലേ? അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസോ? അപ്പോൾ നമുക്ക് എന്താ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. B. What are the things that help us to get more information about the interior of Earth? നമുക്ക് ഭൂമിയുടെ അകത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഭൂമിയുടെ ഉള്ളറയെ പറ്റിയുള്ള ആ വിവരങ്ങളൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും? നമ്മൾ ഭൂകമ്പ സമയത്തൊക്കെ എന്താ ഉണ്ടാകുന്ന തരംഗ ചലനങ്ങളിലൂടെയും അതൊക്കെ പരിശോധിച്ചും, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താ അതിനകത്തുനിന്ന് കുറേ വസ്തുക്കൾ വരും. അതിനെ പരിശോധിക്കുന്നതിലൂടെയും, അതുപോലെ തന്നെ ആ ഖനികളിലൊക്കെ എന്താ കുഴിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഖനികളിൽ നിന്ന് കുഴിച്ച് ലഭിക്കുന്ന ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വാട്ട് പാർട്സ് ഓഫ് ദ എർത്ത് ഇൻറ്റീരിയർ മേക്കപ്പ് ദ ലിത്തോസ്ഫിയർ? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്താ? ശിലാമണ്ഡലം. ഏതെല്ലാം ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്? ഡി, അതായത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് നമ്മളെന്ത് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഡിസ്ക്രിമിനേഷൻ ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതി എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. എ, ആർട്ടിക്കിൾ 40 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് വിച്ച് റൈറ്റ് ടു സിറ്റിസൺ? ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ഇക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ബി ആണ് ഉത്തരം. ബി, prepare for placards with slogans that reflect the concept a society that considers everyone. അതായത് ഒരു സമൂഹം എല്ലാവരെയും പരിഗണിക്കുന്നു എന്ന തരത്തിൽ എന്താ 4 പ്ലക്കാർഡ്സ് ഉണ്ടാക്കുക. എന്താ? നമുക്ക് ഒരുപോലെ എല്ലാവർക്കും ഒരേ അവസര സമത്വം, അതുപോലെ തന്നെ തുല്യമായ എല്ലാവർക്കും ഒരേ നീതി, അതുപോലെ തന്നെ എന്താണ് അവർക്ക് എല്ലാവർക്കും തുല്യമായ പരിഗണന, എല്ലാവർക്കും സമൂഹത്തിൽ എന്താ ഒരേ വില എന്നൊക്കെ അർത്ഥം വരുന്ന തരത്തിൽ എന്ത് ചെയ്യുക? ആ 4 പ്ലക്കാർഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ എല്ലാവരും തുല്യമായി കാണുന്ന തരത്തിലുള്ള പ്ലക്കാർഡ്സ് എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം ധാതുക്കൾ അഥവാ മിനറൽസിനെ പറ്റിയാണ്. 3A നോക്കാം. വിച്ച് മിനറൽ ഈസ് യൂസ്ഡ് ടു മേക്ക് എയർക്രാഫ്റ്റ്? എയർക്രാഫ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മിനറൽ ഏതാണ്? ഡി, ബോക്സൈറ്റ് ആണ് കേട്ടോ.
ഫിൽ ഇൻ ദ ടേബിൾ വിത്ത് മെറ്റാലിക്, നോൺ മെറ്റാലിക് ആൻഡ് ഫ്യൂവൽ മിനറൽസ്. നൽകിയിരിക്കുന്നവയെ മെറ്റാലിക് ലോഹങ്ങളായിട്ടും നോൺ മെറ്റാലിക് അലോഹങ്ങളായിട്ടും ഫ്യൂവൽ മിനറൽസ് അഥവാ ഇന്ധനധാതുക്കളായിട്ടും തിരിച്ച് പട്ടികപ്പെടുത്താനാണ് നൽകിയിരിക്കുന്നത് ഡയമണ്ട്, ഹെമറ്റൈറ്റ്, കലാമിൻ, കോൾ, സിലിക്ക എന്നിവയാണ്. ഇതിൽ മെറ്റാലിക് മിനറൽസ് അഥവാ ലോഹങ്ങളായിട്ട് വരുന്നത് ഏതെല്ലാമാണ്? ഹേമറ്റൈറ്റും കലാമിനും വരുന്നുണ്ട്. നോൺ മെറ്റാലിക് മിനറൽസ് ആയിട്ട് അഥവാ അലോഹങ്ങളായിട്ട് വരുന്നത് ഏതെല്ലാമാണ്? നമുക്ക് ഡയമണ്ടും സിലിക്കയും ലോഹങ്ങളല്ല, അതുപോലെ തന്നെ അതൊരു ഇന്ധനവും അല്ല. അപ്പോൾ നമുക്കതിനെ എന്തിൽ ചേർക്കാം? നോൺ മെറ്റാലിക് മിനറൽസിൽ ചേർക്കാം. ഇനി ഫ്യൂവൽ മിനറൽസ് ആയിട്ട് ഏതെല്ലാമാണ് വരിക? ഫ്യൂവൽ മിനറൽസ് ആയിട്ട് നമുക്ക് കോൾ അഥവാ കൽക്കരി പറയാം. ചോദ്യം 4. ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അവിടെ ഒരു രൂപരേഖ നൽകിയിട്ടുണ്ട്, അത് നോക്കുക. എ. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡിസ്ക്രൈബിങ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ആസ് എ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഉപഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കാൻ എന്തായിരിക്കും കാരണം? ആദ്യം തന്നെ എന്താണ് ഉപഭൂഖണ്ഡം, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ, അതുപോലെ തന്നെ നമുക്കുള്ള ഉപദ്വീപീയ പീഠഭൂമികൾ, അത് ഉത്തര മഹാസമതലങ്ങൾ, അതുപോലെ തന്നെ തീരപ്രദേശങ്ങൾ, കാലാവസ്ഥാ വൈവിധ്യങ്ങൾ, നമ്മുടെ താഴ്വരഭൂമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എന്താണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്? അതായത് ഭൂഖണ്ഡത്തിൻ്റെ തന്നെ ഒരു ഭാഗമായ കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഭൂപ്രദേശത്തിലും ഒക്കെ വ്യത്യസ്തമായ ഒരു വിശാലമായ പ്രദേശത്തെ നമുക്ക് ഉപഭൂഖണ്ഡം എന്ന് പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് വടക്ക് ഭാഗത്ത് പോവുകയാണെങ്കിൽ എന്താണ്? ഹിമാലയ പർവ്വതനിര കാണാൻ പറ്റും. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉയരമേറിയ പർവ്വതങ്ങളും കൊടുമുടികളും എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തേക്ക് തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഉത്തര മഹാസമതലം കാണാൻ പറ്റും. ഇവിടെ എന്താണ്? ഒരു 150 മീറ്റർ മുതൽ 900 മീറ്ററൊക്കെ ഉയരമുള്ള നിരപ്പായ പ്രദേശങ്ങളും നദികളൊക്കെ ഉണ്ട്. ധാരാളം നദികളും അതുപോലെ തന്നെ ജലനിബിഡവും ഫലഭൂയിഷ്ടമായ മണ്ണൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അരക്കൻ പർവ്വതനിര, തെക്ക് ഭാഗത്താണെങ്കിൽ എന്താ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമുക്കുള്ള തീരപ്രദേശം എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ദൈർഘ്യമേറിയ തീരപ്രദേശമാണ്. മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ദ്വീപരാഷ്ട്രങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. കാലാവസ്ഥ പറയുകയാണെങ്കിൽ നമുക്ക് വൈവിധ്യമാർന്നൊരു കാലാവസ്ഥയാണുള്ളത്. പൊതുവേ നമ്മുടെ കാലാവസ്ഥയെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഋതുക്കൾക്കനുസരിച്ച് ദിശമാറ്റം സംഭവിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് കിടക്കുന്ന താർ മരുഭൂമി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ്? താരതമ്യേന മഴയൊക്കെ കുറവാണ്. അതുപോലെ തന്നെ കുറ്റിച്ചെടികളും കള്ളിമുൾ ചെടികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ പ്രത്യേകതയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ് ഇതെല്ലാം. ബി. വൈ ആർ ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് ഫെർട്ടൈൽ? നമ്മുടെ ഉത്തരേന്ത്യയുടെ സമതലങ്ങൾ ഫലഭൂയിഷ്ടമാകാൻ കാരണം എന്താണ്? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഫലഭൂയിഷ്ടമാകാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള സമതല പ്രദേശമാണ്. കാരണം എന്താണ്? ആ സമതലം എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുപോകുന്ന എക്കൽ മണ്ണ് നിക്ഷേപ ഫലമായിട്ടുണ്ടാകുന്ന സമതലമാണ്. അതിനെന്താണ്? ഫലഭൂയിഷ്ഠ കൂടുതലാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എ. ഡിസ്ക്രൈബ് വാട്ട് ആർ ദ റെയിൻ ഷാഡോ റീജിയൻസ് ബേസ്ഡ് ഓൺ ദ ക്ലൂസ് ഗീവൺ ഇൻ ദ പിക്ചർ. നൽകിയിരിക്കുന്ന പിക്ചർ നിരീക്ഷിച്ച് മഴനിഴൽ പ്രദേശം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂപ്രകൃതി കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ ചിത്രം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ഒരു പർവ്വതം കാണുന്നുണ്ട്. ഇവിടെ എന്താണ്? ഈർപ്പം വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റ് എവിടെ നിന്ന് പോവാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പർവ്വതത്തിൽ തട്ടി നമ്മുടെ പടിഞ്ഞാറ് ചെരുവുകളിൽ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് മഴ കിട്ടുന്നു. പകരം ഈ കിഴക്കോട്ട് പോകുന്നത് എന്താണ്? അവിടെ തീരെ മഴ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മഴ ലഭിക്കാത്ത പ്രദേശമില്ലേ, അതായത് പടിഞ്ഞാറ് ചെരുവിൽ ഈ പർവ്വതത്തിൽ തട്ടി മഴ കിട്ടുകയും ഈ കിഴക്ക് ഭാഗത്ത് മഴ തീരെ കുറവായി ലഭിക്കുന്ന ഈ പ്രദേശത്ത് എന്ന് പറയുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നത്. ഇനി ബി പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ വൈ ഡസ് കേരള ഹാവ് മോർ റെയിൻഫാൾ ദാൻ തമിഴ്നാടു? പ്രിപ്പയർ എ നോട്ട്. അതായത് തമിഴ്നാടിനേക്കാൾ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിലാണ് നമ്മുടെ കേരളം ഉള്ളത്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ടാണ് തമിഴ്നാടുള്ളത്. ഇതുപോലെ തന്നെ എന്താണ്? ഈ പർവ്വതത്തിൽ തട്ടി ഈർപ്പവാഹിയായ കാറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? നന്നായിട്ട് മഴയുണ്ടാക്കുകയും കിഴക്ക് തമിഴ്നാട്ടിലിട്ട് പോകുമ്പോൾ മഴ കിട്ടാതിരിക്കുകയും അവിടെ എന്താണ്? പഴനിഴൽ പ്രദേശമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തീരെ മഴ കുറവും കേരളത്തിൽ നന്നായിട്ട് മഴ ലഭിക്കുന്നതും. സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്പ് നീഡ് മോർ റെയിൻ? ഏറ്റവും കൂടുതലായിട്ട് മഴ ആവശ്യമുള്ള വിള ഏതാണ്? നമുക്കറിയാം നെല്ല് ആണല്ലേ. ഉത്തരം എ ആണ് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെമോക്രസി ബിക്കംസ് മീനിങ് ഓൺലി വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ്. അത് ഡെമോക്രസി എന്ന് പറയുന്ന അർത്ഥവത്താകണമെങ്കിൽ എന്ത് ചെയ്യണം? അധികാരം ഒരു കേന്ദ്രത്തിൽ മാത്രം നിൽക്കാതെ എന്ത് ചെയ്യണം? അത് വിഭജിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ഭാഗം നോക്കുവാണെങ്കിൽ റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഡീസെൻട്രലൈസേഷനായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓൺലി എ സർട്ടൻ ക്ലാസ് ഓഫ് പീപ്പിൾ ഇൻ്റർഫെയർ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അതായത് ചില പ്രത്യേക വിഭാഗം മാത്രം ആളുകൾ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു. അടുത്തത് ഇമ്പോർട്ടൻസ് ഗിവൺ ടു ലോക്കൽ ഡെവലപ്മെൻറ്റ്. അതായത് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. ഡെവലപ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു സം ഏരിയാസ്. ചില ഭാഗങ്ങളിൽ മാത്രം വികസനം ഒതുങ്ങി നിൽക്കുന്നു. ദ പബ്ലിക് ഗെയിൻസ് പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഈസ് ഗവേണൻസ്. അതായത് പൊതുജനങ്ങൾക്ക് ഭരണകാര്യത്തിൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നു. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? എ ആണ് കേട്ടോ ആൻസർ. ഇനി ബി നോക്കുവാണെങ്കിൽ ദ സോൾ ഓഫ് ഇന്ത്യ ലീസ് ഇൻ വില്ലേജസ്. അതായത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്. വാട്ട് ഡു ദിസ് വേർഡ്സ് ഓഫ് ഗാന്ധി മീൻസ്? ഗാന്ധി ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണമായിട്ടുണ്ടായിരിക്കുക? അതായത് ഗ്രാമങ്ങളുടെ വികസനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ വികസനം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിനെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിന് കാരണമാകും. അപ്പോൾ അതാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത്. ഇനി സി നോക്കുവാണെങ്കിൽ വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഡീൽ വിത്ത് ദ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 40 ആണല്ലേ. സി ആണ് ഉത്തരം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വേർഡ് വെബ് നൽകിയിട്ടുണ്ട്. ദ ഗ്രീൻ റെവല്യൂഷൻസ് ബ്രോട്ട് എബൌട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? ഗ്രീൻ റെവല്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം. പ്രിപ്പയർ എ നോട്ട് എക്സ്പ്ലെയിനിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ വേർഡ് വെബ്. വേർഡ് വെബിലെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പദസൂര്യൻ നോക്കിയിട്ട് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ വിശദമാക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഹരിത വിപ്ലവം എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭക്ഷ്യ ഇറക്കുമതിയിൽ ഭക്ഷ്യ ഇറക്കുമതി കുറച്ചു. പകരം നമ്മൾ സ്വയം പര്യാപ്തരായി ഭക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങളുടെയൊക്കെ വില കുറയുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ഈ പൂത്തിവയ്പ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് കാരണമായി. ഇതൊക്കെ നമുക്ക് ഇതിന് എഴുതാവുന്നതാണ്. ബി write the name of 2 government schemes that provide employment opportunities and income to adult members of the low income females. ഇത് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഇതിൽ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.